നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി പുറക്കാട് മണ്ണുംപുറത്ത് 84 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകൾ കൈമാറി. ഇതുവരെ 100ഓളം കുടുംബങ്ങൾ സുരക്ഷിത ഭവനങ്ങളിലേക്ക് മാറി. ചേർത്തലയിൽ വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ വ്യാപാരിയിൽ നിന്ന് 4,11,000 രൂപയാണ് തട്ടിയെടുത്തത്. പട്ടണക്കാട് പോലീസ് അന്വേഷണം തുടരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDFന്റെ പൊതുയോഗ യാത്ര ബുധനാഴ്ച ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കും. 2 ദിവസങ്ങളിലായിട്ടാണ് ജാഥ ജില്ലയിൽ പര്യടനം നടത്തുക. ആദ്യ സ്വീകരണം അരൂർ മണ്ഡലത്തിലെ ഒറ്റപ്പുന്നയിൽ. ലോകപ്രശസ്ത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പുതിയ സിനിമയിൽ ചേർത്തലക്കാരന്റെ കരസ്പർശം. എഴുത്തുകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ അരീപ്പറമ്പ് സ്വദേശി KB മോഹൻകുമാറിന്റെ കഥയാണ് അടൂർ സിനിമയാക്കുന്നത്. അടൂരും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന പദയാത്ര എന്ന സിനിമയുടെ ചിത്രീകരണം തുടരുന്നു. തണ്ണീർമുക്കം ബസ് സ്റ്റാൻഡിൽ മയക്കുമരുന്ന് വേട്ട. ലഹരിമരുന്നുമായി 2 യുവാക്കളെ മുഹമ്മ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് മയക്കുമരുന്ന് ഗുളികകളും കഞ്ചാവും പിടിച്ചെടുത്തു. പ്രസിദ്ധമായ ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഒറ്റത്തൂക്കങ്ങളും ഗരുഡൻ തൂക്കവുമൊക്കെ കുംഭഭരണി ഉത്സവത്തിലെ ദൃശ്യവിരുന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരത്തിന് ചേർത്തല പട്ടണക്കാട് സ്വദേശിയായ PA ബിനു അർഹനായി. 80 മീറ്റർ തുണി ഉപയോഗിച്ച് ബിനു നിർമ്മിച്ച കൂറ്റൻ ഗൗൺ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി പുറക്കാട് മണ്ണുംപുറത്ത് 84 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകൾ കൈമാറി. ഇതുവരെ സുരക്ഷിത ഭവനങ്ങളിലേക്ക് മാറിയത് 100ഓളം കുടുംബങ്ങൾ. തോട്ടപ്പള്ളിയിലെ സഫലം ഭവന സമുച്ചയം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നബാർഡ് വഴി 3500 കോടി രൂപയുടെ പദ്ധതി തയ്യാറാണെന്നും താമസയോഗ്യമല്ലാത്ത കേരളത്തിലെ മുഴുവൻ സുനാമി വീടുകളും പുനർനിർമ്മിച്ച് നൽകുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെയും ഫിഷറീസ് വകുപ്പിൻ്റെയും സ്വപ്ന പദ്ധതിയായ പുനർഗേഹം പദ്ധതിയിലൂടെ നിർമ്മിച്ച സഫലം ഭവന സമുച്ചയം ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കടലാക്രമണ ഭീഷണിയിൽ കഴിഞ്ഞിരുന്ന 100 കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ വീട് ഒരുക്കുന്നതിനൊപ്പം അന്തസ്സുറ്റ ജീവിത സൗകര്യങ്ങളും നിലനിൽപ്പും ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അത് യാഥാർത്ഥ്യമായതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കടമക്കൾക്ക് കടലെടുക്കാത്ത ഒരു ജീവിതം ഉണ്ടാക്കുക, ആ നിശ്ചയദാർഢ്യത്തിന് അടയാളമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സഫലമെന്ന ഫ്ലാറ്റ് സമുച്ചയം. കേരളത്തിലെ ഒരു ഗവൺമെന്റിലും ഒരു സർക്കാർ കെട്ടിടത്തിലും അനാഥത്വം പേറുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുമില്ല എന്ന അഭിമാനകരമായ നേട്ടമാണ് നമ്മൾ നേടിയത്. ഒരാളുമില്ല. സുനാമി കാലത്ത് നിർമ്മിച്ച വീടുകളിൽ വാസയോഗ്യമല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഞാനിപ്പോ പറയുന്നു, അതിന് 3500 കോടി രൂപയുടെ ഒരു പദ്ധതി നബാർഡ് വഴി ഞങ്ങൾ ഇപ്പൊ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഗവൺമെന്റ് വന്നാൽ കേരളത്തിലെ മുഴുവൻ സുനാമി വീടുകളും മാറ്റി പുതിയ വീട് കൊടുക്കും. മുഴുവൻ സുനാമി വീട് മുഴുവൻ മാറ്റും. തോട്ടപ്പള്ളി ഹാർബർ എന്റെ അവസാന ലാപ്പിലാണ്. ഇപ്പം നമ്മുടെ ജില്ല ഹാർബർ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം 2 ഹാർബർ പണിയുന്നുണ്ട്, ചെത്തിയും അർത്തങ്കലും. അതിന്റെ പണി ഇപ്പൊ തീരാറായി. വലിയ ഹാർബർ പൂർത്തീകരിച്ചു. ഫിഷ് ഹാർബർ ആക്കുക 3 ഹാർബറാണ്. 4ാമത്തെ ഹാർബർ പോകുന്നതിന് മുമ്പിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് തോട്ടപ്പള്ളി ഹാർബർ യാഥാർത്ഥ്യമാക്കുമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 9,108 കുടുംബങ്ങളാണ് വീടില്ലാത്തവരായി ഉണ്ടായിരുന്നത്. ഇതിൽ 5,478 വീടുകൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. 3,498 വീടുകളുടെ താക്കോൽ നൽകിക്കഴിഞ്ഞു. സഫലം ഉൾപ്പെടെ 1,980 ഫ്ളാറ്റുകൾ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. മാറി താമസിക്കാൻ സമ്മതിച്ചിട്ടുള്ള വ്യക്തികളിൽ ഇനി 3,630 പേർക്ക് മാത്രമേ വീടുകൾ നൽകാനുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഫലം പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താവായ ഗോപാലൻ എന്ന വ്യക്തിയുടെ ഭാര്യയെ ഗുണഭോക്താവാക്കിയുള്ള സഫലം 5A01 എന്ന പേരിലുള്ള ഫ്ളാറ്റിലാണ് പാലുകാച്ചി മന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വേലിയേറ്റ പരിധിയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ആദ്യഘട്ടത്തിൽ സുരക്ഷിതമായ ഈ ഫ്ളാറ്റുകളിലേക്ക് എത്തുക. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെട്ട 40 കുടുംബങ്ങളും പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായ 44 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഒരു നാടും സർക്കാരും അഭിമാനത്തോടെ സാക്ഷിയാവുകയാണ്. ചടങ്ങിൽ H. സലാം MLA അധ്യക്ഷനായി.
സംസ്ഥാനത്ത് പുനർഗേഹം വഴി ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾക്ക് സൗകര്യം സിദ്ധിച്ച മണ്ഡലമാണ് അമ്പലപ്പുഴയെന്ന് എച്ച് സലാം MLA പറഞ്ഞു. ADM ആശാ C. എബ്രഹാം, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. കവിത, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനിത സതീഷ്, പുറക്കാട് പഞ്ചായത്ത് അംഗം R. രാജി, ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ B. ചെൽസാനി, PI ഷെയ്ഖ് ഫരീദ്, അഡീഷണൽ ഡയറക്ടർ സ്മിത R. നായർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പദ്ധതി ഗുണഭോക്താക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തലയിൽ വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ വ്യാപാരിക്ക് നഷ്ടപ്പെട്ടത് 4,11,000 രൂപ. പട്ടണക്കാട് പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ചേർത്തലയിൽ വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ്. വ്യാപാരിക്ക് നഷ്ടപ്പെട്ടത് 4.11 ലക്ഷം രൂപ. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന പേരിൽ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് വ്യാപാരിയിൽ നിന്ന് തട്ടിയെടുത്തത് 4.11 ലക്ഷം രൂപ. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി റോസ്മോനാണ് പണം നഷ്ടപ്പെട്ടത്. ഇയാൾ ആലപ്പുഴ ആറാട്ട് വഴിയിൽ വ്യാപാരം നടത്തിവരികയാണ്. ഇദ്ദേഹത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി സ്വദേശികളായ സഞ്ജയ് കുമാർ, മഹാരാഷ്ട്ര സ്വദേശി ഋഷഭ് മഹോർ, മധ്യപ്രദേശ് സ്വദേശി ആകാശ് എന്നിവർക്കെതിരെ പട്ടണക്കാട് പോലീസ് കേസെടുത്തു. ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഫെബ്രുവരി 10, 11, 16 ദിവസങ്ങളിലാണ് പണം തട്ടിയെടുത്തത്. റോസ്മോൻ്റെ ഫോൺ നമ്പർ വഴിയെടുത്ത അക്കൗണ്ടിൽ നിന്ന് പുൽവാമ ഭീകരാക്രമണത്തിനായി 80 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. അതിൽ കേസെടുത്തിട്ടുണ്ടെന്നും മൊഴിയെടുക്കുകയാണെന്നും വിശ്വസിപ്പിച്ചായിരുന്നു മണിക്കൂറുകളോളം ഡിജിറ്റൽ അറസ്റ്റിലാക്കിയത്. വീഡിയോ കോളിൽ പോലീസ് വേഷത്തിലായിരുന്നു തട്ടിപ്പ്. റോസ്മോൻ്റെ ആധാർ കാർഡിൻ്റെ പകർപ്പ് വാങ്ങി ബാങ്ക് ബാലൻസ് നോക്കാനായി ആലപ്പുഴ SBI ശാഖയിലെ അക്കൗണ്ട് വഴി 11,000 രൂപ ഗൂഗിൾ പേ വഴി വാങ്ങി. തുടർന്ന് അതേ ദിവസം തന്നെ കടയുടെ അക്കൗണ്ടിലെ പണം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് 3,23,000 രൂപ ഋഷഭ് മഹോറിൻ്റെ മുംബൈയിലെ അക്കൗണ്ടിലേക്ക് അയപ്പിച്ചു. തുടർന്ന് 11-ാം തീയതിയിൽ റോസ്മോൻ്റെ മറ്റൊരു അക്കൗണ്ട് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആകാശിൻ്റെ ഡാബ്രയിലുള്ള അക്കൗണ്ടിലേക്ക് 50,000 രൂപയും അയപ്പിച്ചു. 16-ാം തീയതി ജാമ്യമെടുക്കണമെന്നും അറിയിച്ചു. അതിനായി 50,000 രൂപ അയച്ചാൽ ഇതുവരെ നൽകിയ പണം തിരികെ നൽകുമെന്നറിയിച്ചു. ഗൂഗിൾ പേ വഴി പണം വാങ്ങുകയും ചെയ്തു. 4 തവണകളായാണ് 4.11 ലക്ഷം രൂപ തട്ടിയത്. പട്ടണക്കാട് പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം തുടരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFിൻ്റെ പുതുയുഗ യാത്ര ബുധനാഴ്ച ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കും. 2 ദിവസങ്ങളിലായിട്ടാണ് യാത്ര ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തുക. ആദ്യ സ്വീകരണം അരൂർ മണ്ഡലത്തിലെ ഒറ്റപ്പുന്നയിൽ നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFിൻ്റെ പുതുയുഗ യാത്ര ബുധനാഴ്ച ആലപ്പുഴ ജില്ലയിലെത്തും. 2 ദിവസത്തെ പര്യടനമാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ബുധനാഴ്ച വൈകിട്ട് 3-ന് വൈക്കത്ത് നിന്ന് തവണക്കടവ് വഴി ജില്ലയിലേക്ക് പ്രവേശിക്കും. അരൂർ മണ്ഡലത്തിലാണ് ആദ്യ സ്വീകരണം. അരൂർ മണ്ഡലത്തിലെ ഒറ്റപ്പുന്ന ജംഗ്ഷനിലെ സ്വീകരണ സമ്മേളനം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 4 മണിക്ക് ചേർത്തല മുനിസിപ്പൽ മൈതാനത്തെ സ്വീകരണം K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. 6 മണിക്ക് ആലപ്പുഴ ചീമാട്ടി ഗ്രൗണ്ടിൽ നടക്കുന്ന ആദ്യ ദിന സമാപന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച രാവിലെ 8 മുതൽ 10 വരെ വിവിധ മേഖലകളിലുള്ളവരുമായി VD സതീശൻ സംവദിക്കും. ആലപ്പുഴ കല്യാണി ഓഡിറ്റോറിയത്തിലാണ് സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത്. 10 മണിക്ക് അമ്പലപ്പുഴ കച്ചേരിപ്പടി ജംഗ്ഷന് സമീപത്തെ ഗ്രൗണ്ടിൽ നടക്കുന്ന സ്വീകരണം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. 11:30-ന് കുട്ടനാട് രാമങ്കരിയിൽ SNDP യോഗം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്വീകരണം UDF കൺവീനർ അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3:30-ന് ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ എതിർവശത്തെ മൈതാനത്താണ് സ്വീകരണ സമ്മേളനം നടക്കുക. രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. 4:30-ന് കായംകുളം എൽമക്സ് ഗ്രൗണ്ടിലെ സ്വീകരണം MM ഹസനും 5:30-ന് ചാരുമൂട് ജംഗ്ഷന് സമീപം ഷാഫി പറമ്പിൽ MPയും ഉദ്ഘാടനം ചെയ്യും. 6:30-ന് ചെങ്ങന്നൂർ വണ്ടിമല ക്ഷേത്രത്തിന് സമീപമുള്ള ഗ്രൗണ്ടിൽ സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹനും കൺവീനർ B. രാജശേഖരനും അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ലോകപ്രശസ്ത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പുതിയ സിനിമയിൽ ചേർത്തലക്കാരൻ്റെ കയ്യൊപ്പ്. എഴുത്തുകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ ചേർത്തല അരീപ്പറമ്പ് സ്വദേശി KB മോഹൻകുമാറിൻ്റെ കഥയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കുന്നത്. മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണനും ഒന്നിക്കുന്ന പദയാത്ര എന്ന സിനിമയുടെ ചിത്രീകരണം തുടരും. ലോകപ്രശസ്ത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പുതിയ സിനിമയിൽ ചേർത്തലക്കാരൻ്റെ കരസ്പർശവും. എഴുത്തുകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ ചേർത്തല അരീപ്പറമ്പ് സ്വദേശി KB മോഹൻകുമാറിൻ്റെ മൂലകഥയാണ് അടൂർ സിനിമയാക്കുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. മമ്മൂട്ടി തന്നെ നായകനായ പദയാത്ര എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം കൊച്ചി അടക്കം വിവിധ സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. വിശ്വോത്തര ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ
പുതിയ സിനിമയായ പദയാത്രയുടെ എഴുത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ എഴുത്ത ജീവിതത്തിൽ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കഥ, ഒരു ആശയമാണ് പദയാത്ര എന്ന സിനിമയിലേക്ക് എത്തിയത്. ആ ആശയം ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് അതിനെ ഒരു സിനിമയ്ക്ക് ചേർന്നൊരു കഥയായിട്ട് വികസിപ്പിച്ചെടുത്തു. ഞങ്ങൾ ഒരുമിച്ച് തിരക്കഥയും സംഭാഷണവും എഴുതി. അങ്ങനെയാണ് ഈ പദയാത്ര എന്ന സിനിമ ഒരു യാഥാർത്ഥ്യമാവാനായിട്ടുള്ള ഒരു വഴിയൊരുക്കിയത്. മമ്മൂട്ടി കമ്പനിയാണ് ആ സിനിമ നിർമ്മിക്കുന്നത്. 32 വർഷങ്ങൾക്ക് ശേഷം മഹാനായ നടൻ മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണൻ സാറും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് പദയാത്ര. അങ്ങനെയൊരു സന്തോഷവും കൂടിയുണ്ട്. അടൂർ ഗോപാലകൃഷ്ണനും KV മോഹൻകുമാറും ചേർന്നാണ് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിട്ടുള്ളത്. 32 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണനും ഒരു സിനിമയിൽ ഒന്നിക്കുന്നത്. ഇതിനു മുമ്പ് മതിലുകൾ, വിധേയൻ എന്നീ അടൂർ ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത്. അടൂർ ഗോപാലകൃഷ്ണൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പ്രവർത്തിച്ചപ്പോൾ KV മോഹൻകുമാർ സെക്രട്ടറിയായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിൻ്റെ ജീവചരിത്രം ആയ JC ഡാനിയലിൻ്റെ ജീവിതകഥ എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത് അടൂരും മുഖവുര എഴുതിയത് മോഹൻകുമാറുമാണ്. മലയാള സിനിമാ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചേലക്കാട്ട് ഗോപാലകൃഷ്ണനാണ് പുസ്തക രചയിതാവ്. ചലച്ചിത്രത്തിൽ എന്ന പോലെ ഒരു പുസ്തകത്തിലും അടൂരും KV മോഹൻകുമാറും ഒത്തുചേർന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഈ അപൂർവത മലയാളത്തിൽ ആദ്യമാണ്. ചേർത്തല അരീപ്പറമ്പ് സ്വദേശിയായ KV മോഹൻകുമാർ നിരവധി ചെറുകഥകളുടെയും നോവലുകളുടെയും രചയിതാവാണ്. വയലാർ അവാർഡ് അടക്കം നിരവധി അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന മഹാനായ ചലച്ചിത്രകാരനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് KV മോഹൻകുമാർ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. തണ്ണീർമുക്കം ബസ് സ്റ്റാൻഡിൽ മയക്കുമരുന്ന് വേട്ട. 2 യുവാക്കൾ മുഹമ്മ പോലീസിന്റെ പിടിയിലായി. മയക്കുമരുന്ന് ഗുളികകളും കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. കുഞ്ഞടാ ഈ ഗുളി എന്താന്ന് മനസ്സിലായോ നിങ്ങക്ക്? ചേർത്തല തണ്ണീർമുക്കം ബസ് സ്റ്റാൻഡിൽ മയക്കുമരുന്ന് വേട്ട. ലഹരിമരുന്നുമായി 2 യുവാക്കളെ മുഹമ്മ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ പുന്നപ്ര സ്വദേശി 26 വയസ്സുള്ള ഇജാസ്, ഓച്ചിറയിൽ താമസിക്കുന്ന പുന്നപ്ര സ്വദേശി 23 വയസ്സുള്ള മാഹിൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 107 ഗ്രാം നൈട്രോസെപ്പാം എന്ന ഗുളികകളും 236.6 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. മുഹമ്മ SHO വിഷ്ണുകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തണ്ണീർമുക്കം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. സംഭവം അറിഞ്ഞ് നാട്ടുകാരും തടിച്ചുകൂടി. വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് മുഹമ്മ SHO വിഷ്ണുകുമാർ പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. പ്രസിദ്ധമായ ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ഒറ്റത്തൂക്കങ്ങളും ഗരുഡൻ തൂക്കവും കുംഭഭരണി മഹോത്സവത്തിൻ്റെ വേറിട്ട ദൃശ്യവിരുന്നാണ്. ചരിത്രപ്രസിദ്ധമായ ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുംഭഭരണി മഹോത്സവം സമാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 4:30 നട തുറന്നപ്പോൾ തന്നെ ഭരണി ദർശനത്തിനായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പകൽ 1:30 ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ ദർശനത്തിന് ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഭരണി സദ്യയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാത്രി 7-ന് 7 ഒറ്റത്തൂക്കങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നയനാനന്ദകരമായ കാഴ്ച. ഭരണി ഉത്സവത്തിലെ വേറിട്ട അനുഭവമാണ് ഒറ്റത്തൂക്കങ്ങൾ. തുടർന്ന് പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ്റെ ഗാനമേളയും നടന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 3-ന് ഗരുഡൻ തൂക്കവും നടന്നു. തൂക്കങ്ങൾ കാണാനും ഗാനമേള ആസ്വദിക്കാനും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ടൈം ന്യൂസ്, ചേർത്തല. സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ ശ്രേഷ്ഠ അവാർഡ് ചേർത്തല സ്വദേശിയായ PA ബിനുവിന് ലഭിച്ചു. 80 മീറ്റർ തുണി ഉപയോഗിച്ച തുന്നിയ കൂറ്റൻ ഗൗൺ നേരത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ചേർത്തലയിൽ ഭീമൻ ഗൗൺ തുന്നിയ PA ബിനുവിന് സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരം. തയ്യൽ മേഖലയിലെ തൊഴിലാളികൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരമാണ് ബിനുവിനെ തേടിയെത്തിയത്. സംസ്ഥാനത്ത് തൊഴിൽ മേഖലയിലെ 20 വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കാണ് അവാർഡ്. താലൂക്ക്, ജില്ലാ, റീജിയണൽ തലങ്ങളിൽ 500 പേരിൽ നിന്ന് അഭിമുഖം നടത്തി അവസാന ഘട്ടത്തിൽ ഉൾപ്പെട്ട 3 പേരിൽ നിന്നാണ് ബിനുവിനെ സംസ്ഥാന തൊഴിൽ വകുപ്പ് അവാർഡിന് തെരഞ്ഞെടുത്തത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്ന അവാർഡ് തിരുവനന്തപുരത്ത് ഫെബ്രുവരി 27-ന്
കൈമാറും. വഴുതക്കാട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവാർഡ് സമ്മാനിക്കുക. സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്കായി 20 ഐറ്റം തൊഴിലുകളെ അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. എനിക്ക് തയ്യൽ രംഗത്ത് കഴിവ് തെളിയിച്ചതിന് സംസ്ഥാന സർക്കാർ ആദരവ് നൽകിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ തൊഴിൽ ശ്രേഷ്ഠ അവാർഡിന് അർഹനായതിന് വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ വളരെയധികം സന്തോഷം എനിക്ക് ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ തൊഴിൽ രംഗത്ത് ഇതിൽ മികവ് തെളിയിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയതും പത്രമാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ചാനലുകളിലും എല്ലാം വരാൻ ഇടയായത് റോസയിലുള്ള ഒരു നേഴ്സിന് ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടി ഒരു ഗൗൺ നിർമ്മിക്കുകയുണ്ടായി. 80 മീറ്ററിലാണ് ഗൗൺ നിർമ്മിച്ചത്. അതാണ് എനിക്ക് അവാർഡ് തന്നെ അർഹനാക്കിയത്. അത് 4 ദിവസക്കാലം കൊണ്ടാണ് ഈ ഗൗൺ നിർമ്മിച്ചത്. അത് വളരെയധികം എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും അടക്കം ആ വാർത്ത വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിൽ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പരമോന്നത തൊഴിൽ ശ്രേഷ്ഠ അവാർഡിന് അർഹമായത്. ചേർത്തലയിൽ 80 മീറ്റർ തുണിയിൽ ഓസ്ട്രേലിയയിൽ നഴ്സായ പട്ടണക്കാട് സ്വദേശിനി ഒലിവിയ മൈക്കിളിന് പരസ്യചിത്രത്തിൽ അഭിനയിക്കുന്നതിനായാണ് കൂറ്റൻ ഗൗൺ ബിനു തുന്നിയത്. ഇത് വലിയ വാർത്തയായിരുന്നു. മെറൂൺ നിറത്തിലുള്ള തുണിയിൽ 3 ഭാഗങ്ങളായാണ് ഗൗൺ തുന്നിയെടുത്തത്. ജോബി ലൂയിസിൻ്റെയും PA ബിനുവിൻ്റെയും ഉടമസ്ഥതയിൽ ചേർത്തല പാരഡൈസ് തിയേറ്ററിന് സമീപത്തെ വെബ് ഡിസൈനിങ് സ്റ്റിച്ചിങ് സെൻറ്ററിൽ ബിനുവാണ് ഗൗൺ തുന്നിയത്. 25 വർഷമായി തയ്യൽ മേഖലയിൽ തൊഴിലാളിയായ ബിനു പട്ടണക്കാട് പഞ്ചായത്ത് 14-ാം വാർഡ് പുത്തൻതറ നികർത്തിൽ പരേതനായ അശോകൻ്റെയും ശ്രീമതിയുടെയും മകനാണ്. എറണാകുളത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. 3 കൊല്ലം മുമ്പാണ് ചേർത്തലയിൽ സ്ഥാപനം ആരംഭിച്ചത്. ചേർത്തല കണ്ടമംഗലം ക്ഷേത്രത്തിലെ ഖജാഞ്ചിയാണ് ബിനു. തയ്യൽ തൊഴിലാളി യൂണിയൻ CITU അരൂർ ഏരിയ സെക്രട്ടറി, CPM പട്ടണക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിലും പ്രവർത്തിക്കുന്നു. പ്രിയാമോളാണ് ഭാര്യ. അശോക് കൃഷ്ണ, അവനീതി കൃഷ്ണ എന്നിവർ മക്കൾ. അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ബിനു പ്രതികരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. റിട്ടയർഡ് സംഗീതാധ്യാപകനും ഗ്രന്ഥശാല പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന BV രാധാകൃഷ്ണന് സ്മരണാഞ്ജലി. ആലപ്പുഴ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. റിട്ടയർഡ് സംഗീതാധ്യാപകനും ഗ്രന്ഥശാല പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന BV രാധാകൃഷ്ണന് സ്മരണാഞ്ജലി. പറവൂർ ജനജാഗൃതി ഭവനിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇത് പറഞ്ഞൊരു സകലകലാവല്ലഭനെന്ന് പറയാൻ പറ്റുന്ന പോലെ തന്നെ നിശ്ചയമായിട്ടും പല നിലയിൽ അദ്ദേഹം നമ്മൾക്കിടയിൽ ജീവിച്ചു. നല്ല അധ്യാപകനായിരുന്നു. അങ്ങനെ ഒരാൾ ജീവിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങനെ ഒരു ജീവിച്ചു പോയത് മാത്രമല്ല, BVR കൂടി ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചൊരു ഭൂപ്രദേശമാണ് നമ്മുടെ ഭൂപ്രദേശം. നമ്മുടെ ഒരു നാടിൻ്റെ സാംസ്കാരികമായ ഒരു സമ്പന്നതയിൽ ആ ഒരു ജീവിതത്തിൻ്റെ പങ്കുകൂടിയുണ്ട് എന്നതാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ട കാര്യം. അദ്ദേഹം ഒരു പാട്ട് പാടിയിട്ട് പോയി, അല്ലെങ്കിൽ ഒരു സംഗീതം, ഒരു പാട്ട് സംഗീതം ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ ഇച്ചിരി കഥ പറഞ്ഞിട്ട് പോയി എന്ന് പറയും. ഈ കഥ പറച്ചിലും ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു സംസ്കാരമായി രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ നമ്മുടെ ഒരു നാട്ടിൽ സൃഷ്ടിച്ചെടുത്ത ഒരു സാംസ്കാരികമായ ഔന്നത്യത്തിൽ നിശ്ചയമായും BVRന്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റും. സംസ്കൃതി പ്രസിഡന്റ് രമേശ് മേനോൻ, സെക്രട്ടറി H. സുബൈർ, ഖജാഞ്ചി വിമൽ റോയി, ലൈബ്രറി കൗൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് KP കൃഷ്ണദാസ്, കലാധ്യാപക പ്രതിനിധി ഹരിപ്പാട് രവിപ്രസാദ്, ജയസൂര്യ എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. നജുമ ഹസൻ, ജോബ് മഠത്തിൽ, അലിയാർ M. മാക്കിയിൽ, അവനിൽ ചെങ്ങന്നൂർ, M. മഹാദേവൻ, അമ്പലപ്പുഴ സുരേഷ് വർമ്മ, മനോജ് റാം, മധു G. ചേർത്തല, K. സബിത, സജി താന്നിക്കൽ, ഗീത പുല്ലുകുളങ്ങര, അമ്പാടി ശങ്കർ, MG മായ, വിഷ്ണുദേവ്, മുഹമ്മദ് ഹഫ്സൽ, TD കൈലാസ് നാഥ് എന്നിവരെയാണ് അനുമോദിച്ചത്. BV രാധാകൃഷ്ണൻ രചനയും സംഗീതവും നിർവഹിച്ച ഗാനങ്ങൾ കോർത്തിണക്കി സംസ്കൃതി കലാകാരന്മാരുടെ സംഗീത സ്മരണയും അരങ്ങേറി. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ നഗരസഭയുടെ ഇടപെടൽ. നഗരസഭാ അധ്യക്ഷൻ S. ശോഭിനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ S. സനീഷും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും ആയുർവേദ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ചേർത്തല ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ നഗരസഭയുടെ ഇടപെടൽ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആശുപത്രി സന്ദർശിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ S. സനീഷിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രി സന്ദർശിച്ചത്. ആശുപത്രിയിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രി സന്ദർശനം സംഘടിപ്പിച്ചത്. ആശുപത്രിയിലേക്ക് മൊബൈൽ ബസാർ സംഭാവന നൽകിയ മൊബൈൽ ഫോൺ മുനിസിപ്പൽ ചെയർപേഴ്സൺ S. ശോഭിൻ ആശുപത്രി അധികൃതർക്ക് കൈമാറി.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എസ് സനീഷ്, അംഗങ്ങളായ MS സിബി, R ഗീതാകുമാരി, CK ഉണ്ണികൃഷ്ണൻ, സരസ്വതി, റഹിയ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജ്യോതി, ഡോക്ടർ അനുപമ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈവ് ന്യൂസ് ചേർത്തല. ഹിന്ദു ഏകതാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഏകതാ സംഗമങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. ചേർത്തല നഗരസഭാ തല ഏകതാ സംഗമം മാർച്ച് 1 നടക്കും. ചേർത്തല SNDP യൂണിയൻ ഗ്രൗണ്ടിലാണ് ഏകതാ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹിന്ദു ജനതയുടെ ആത്മാഭിമാനവും ആത്മബോധവും ആത്മധൈര്യവും ഊട്ടിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ വളർത്തുന്ന തരത്തിലുള്ള ഒരു പരിപാടി ആണ് ഈ ഹിന്ദു ഏകതാ സമ്മേളനം. നമ്മൾ ചേർത്തല നഗരത്തിൻ്റെ ഓരോ പഞ്ചായത്തിലും നടന്നു വരുന്നു, എല്ലാ നഗരങ്ങളിലും നടന്നു വരുന്നു. ചേർത്തല നഗരത്തിൻ്റെ ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 1 ഞായറാഴ്ച വൈകിട്ട് 3:30 മുതൽ നമ്മുടെ എക്സറയിലുള്ള SNDP യൂണിയൻ്റെ ഗ്രൗണ്ടിൽ, ആ ഗ്രൗണ്ടാണ് നമ്മുടെ സമ്മേളന സ്ഥലം, അവിടെയാണ് പരിപാടി നടക്കുക. ഇതിൽ വിവിധങ്ങളായ കലാപരിപാടികളുണ്ടാവും. ഇപ്പോൾ ഒരു ഭജൻസ്, നമ്മുടെ ഒരു വലിയ ഭജനയുണ്ട്, ഒരു ഭജൻസ് ഉണ്ട്. അതുപോലെ തന്നെ തിരുവാതിര കളിയുണ്ട്, വിവിധ കലാരൂപങ്ങളുണ്ട്. കൂടാതെ ഈ സമൂഹത്തിൽ, നമ്മുടെ ചേർത്തലയുടെ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഉന്നതമായ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ, ഇപ്പോൾ കലാരംഗത്ത്, കായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അല്ലെങ്കിൽ ഔദ്യോഗികമായി ജോലി സ്ഥലത്ത്, അങ്ങനെയൊക്കെ വിവിധ തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്ഥാനം ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ള ആ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. തീർച്ചയായിട്ടും വലിയ ഒരു പൊതുസമ്മേളനം ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു വലിയ പരിപാടി 3:30 ആരംഭിച്ച് ഒരു 7:30-8 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഏകതാ സമ്മേളനത്തോടുകൂടി സമാപിക്കുന്ന പരിപാടിയാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മുടെ ഈ പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് സ്വാമി ശിവബോധനദാ സ്വാമി, ശ്രീനാരായണ വിശ്വകർമ്മ മഠം, ചെങ്ങന്നൂർ മഠാധിപതിയാണ് അദ്ദേഹം. ഒരു വലിയ സന്യാസിയാണ്. അദ്ദേഹമാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. നമ്മുടെ ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള മാനനീയ ശ്രീ R സഞ്ജയൻ അവറുകളാണ്. ഹിന്ദു ഏകതാ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഏകതാ സംഗമം സംഘടിപ്പിച്ചു വരികയാണ്. ചേർത്തല മുനിസിപ്പൽ തല ഏകതാ സംഗമം മാർച്ച് 1 ചേർത്തല SNDP ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. RSSന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായിട്ടാണ് നാടെങ്ങും ഹിന്ദു ഏകതാ സംഗമം ഒരുക്കിയിട്ടുള്ളത്. മാർച്ച് 1 വൈകിട്ട് 3:30 ചേർത്തല SNDP ഗ്രൗണ്ടിലാണ് ചേർത്തല നഗരസഭാ തല ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നത്. സംഗീത സദസ്, തിരുവാതിര കളി എന്നിവയ്ക്ക് ശേഷം നടക്കുന്ന ഏകതാ സംഗമത്തിൽ അരുൺ K പണിക്കർ അധ്യക്ഷനാവും. ശിവബോധനദാ സ്വാമി ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ മുഖ്യപ്രഭാഷണം നടത്തും. PN ജയശങ്കർ സ്വാഗതവും CM പീതാംബരൻ നന്ദിയും പറയുമെന്നും സംഘാടകർ പറഞ്ഞു. സംഘാടക സമിതി നേതാക്കളായ അരുൺ K പണിക്കർ, G നന്ദകുമാർ, B അനിൽകുമാർ, TR പ്രസാദ്, M പ്രശാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ കാർത്തിക ഉത്സവം ശ്രദ്ധേയമായി. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ കാർത്തിക നാൾ തോറും നടത്തിവരാറുള്ള അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് മഹാസുദർശന ഹോമം, നെയ്വിളക്കർച്ചന എന്നിവയും നടന്നു. വൈകിട്ട് ഭഗവതി സേവ, വലിയ ഗുരുതി. ക്ഷേത്രം തന്ത്രി കീഴ്പാതായ പള്ളിമന ചിത്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മുഖ്യ രക്ഷാധികാരി പ്രകാശൻ സ്വാമികൾ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. തുറവൂർ വളമംഗലം തെക്ക് പേച്ചിയമ്മൻ കോവിലിലെ അമ്മൻകുട മഹോത്സവത്തിന്റെ ഭാഗമായി അഗ്നിപ്രവേശം നടന്നു. കനലാട്ടം എന്ന പേരിലുള്ള ചടങ്ങ് ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയിരുന്നത്. തുറവൂർ വളമംഗലം തെക്ക് പേച്ചമ്മിൻ കോവിലിൽ അമ്മൻകുട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന അഗ്നിപ്രവേശം ഭക്തിസാന്ദ്രമായി. തിങ്കളാഴ്ച പുലർച്ചെ നടന്ന അഗ്നിപ്രവേശം കാണാൻ വലിയ ജനക്കൂട്ടം ക്ഷേത്രമുറ്റത്ത് എത്തിയിരുന്നു. ഞായറാഴ്ച വൈകിട്ട് തുറവൂർ കൈനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്നാണ് കരകം നിറച്ച് പുറപ്പെട്ടത്. തുടർന്ന് തുറവൂർ മഹാക്ഷേത്രത്തിലെത്തി താലപ്പൊലി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വിവിധ ഇടങ്ങളിലുള്ള നിറപറയും ഏറ്റുവാങ്ങിയാണ്
രാത്രി 11 മണിയോടെ ചെല്ലിക്കര ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് ദേവതകൾ അനുഗ്രഹിച്ചെത്തി കരകം തലയിലേന്തിയവരെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നതോടെ അഗ്നിപ്രവേശത്തിന് തുടക്കമാകുന്നു. ക്ഷേത്രത്തിന് മുന്നിലായി നീളത്തിൽ പ്ലാവിൻ വിറക് കൊണ്ട് തീ കൂട്ടുന്നു. കത്തി ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിയിലൂടെ നടന്ന് കരകങ്ങൾ ക്ഷേത്ര നടയിലെത്തുന്നു. 41 ദിവസത്തെ കഠിന വ്രതം നോറ്റാണ് ഓരോ കരകം തലയിലേന്തുന്നവരുടെയും അനുഷ്ഠാനം. ക്ഷേത്രത്തിലെ അമ്മൻകുട ചടങ്ങുകൾക്ക് തമിഴ്നാട്ടിൽ നിന്നെത്തിയ പാണ്ഡിമേള സംഘത്തിന്റെ മേളപ്പെരുമയിൽ മുഖരിതമായ അന്തരീക്ഷം ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെ ആരംഭിച്ച മഞ്ഞൾ നീരാട്ടോടെ 8 ദിവസമായി നടന്നുവന്ന അമ്മൻകുട മഹോത്സവത്തിന് സമാപനമായി. കേരള വിഷൻ ടൈനോസ്, തുറവൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി പുറക്കാട് മണ്ണുംപുറത്ത് 84 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകൾ കൈമാറി. ഇതുവരെ 100ഓളം കുടുംബങ്ങൾ സുരക്ഷിത ഭവനങ്ങളിലേക്ക് മാറി. ചേർത്തലയിൽ വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ വ്യാപാരിയിൽ നിന്ന് 4,11,000 രൂപയാണ് തട്ടിയെടുത്തത്. പട്ടണക്കാട് പോലീസ് അന്വേഷണം തുടരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന UDFന്റെ പൊതുയോഗ യാത്ര ബുധനാഴ്ച ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കും. 2 ദിവസങ്ങളിലായിട്ടാണ് ജാഥ ജില്ലയിൽ പര്യടനം നടത്തുക. ആദ്യ സ്വീകരണം അരൂർ മണ്ഡലത്തിലെ ഒറ്റപ്പുഴയിൽ. ലോകപ്രശസ്ത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പുതിയ സിനിമയിൽ ചേർത്തലക്കാരന്റെ കരസ്പർശം. എഴുത്തുകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ അരീപ്പറമ്പ് സ്വദേശി KB മോഹൻകുമാറിന്റെ കഥയാണ് അടൂർ സിനിമയാക്കുന്നത്. അടൂരും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന പദയാത്ര എന്ന സിനിമയുടെ ചിത്രീകരണം തുടരുന്നു. തണ്ണീർമുക്കം ബസ് സ്റ്റാൻഡിൽ മയക്കുമരുന്ന് വേട്ട. ലഹരിമരുന്നുമായി 2 യുവാക്കളെ മുഹമ്മ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് മയക്കുമരുന്ന് ഗുളികകളും കഞ്ചാവും പിടിച്ചെടുത്തു. പ്രസിദ്ധമായ ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഒറ്റത്തൂക്കങ്ങളും ഗരുഡൻ തൂക്കവുമൊക്കെ കുംഭഭരണി ഉത്സവത്തിലെ ദൃശ്യവിരുന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരത്തിന് ചേർത്തല പട്ടണക്കാട് സ്വദേശിയായ PA ബിനു അർഹനായി. 80 മീറ്റർ തുണി ഉപയോഗിച്ച് ബിനു നിർമ്മിച്ച കൂറ്റൻ ഗൗൺ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.